ആർക്കും അറിയാത്തൊരു കാര്യം ഉണ്ടാവും. ഡൽഹിയിലെ ജന്തർ മന്ദറിൽ കുട്ടികൾ സമരം നടത്തുന്നു, പ്രതിഷേധിക്കുന്നു. ഇത് എന്തിനു വേണ്ടിയാണ്? ആരാണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടി, അല്ലെങ്കിൽ ആരാണ് ഈ CJP? ഇതിപ്പോഴും അറിയാത്ത പല ആളുകളും ഉണ്ടാവും. CJP എന്ന് എല്ലാവർക്കും നമസ്കാരം. മിസ്റ്റർ എക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം നമുക്കെല്ലാം അറിയാം, ഡൽഹിയിലെ ജന്തർ മന്ദറിൽ ഇപ്പോൾ നിലവിൽ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ദിവസങ്ങളായി നമ്മുടെ കുട്ടികൾ, നമ്മുടെ യുവാക്കൾ നിലവിലെ കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിയാണ് അവരുടെ ഏക ആവശ്യം, നിലവിലെ ആവശ്യം. എന്നാൽ എന്താണ് ഈ പ്രതിഷേധത്തിൻ്റെ പിന്നിലുള്ള പ്രേരണ? ആരാണ് CJP? ആരാണ് ഇത് നടത്തുന്നത് എന്നൊക്കെയുള്ള ആശങ്കകൾ, അല്ലെങ്കിൽ ഇപ്പോഴും അതൊന്നും അറിയാത്ത ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അവർക്ക് കൂടി വേണ്ടിയിട്ടാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ ഈ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാരിനെതിരെ യുവാക്കൾ അവരുടെ നീറ്റ് എൻട്രൻസ് എക്സാമിൽ വന്ന ക്രമക്കേടുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടും അതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടും ആണ് ഇന്ന് യുവാക്കൾ ഡൽഹിയിലെ ജന്തർ മന്ദറിൽ കേന്ദ്ര സർക്കാരിനെതിരെ ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രൊട്ടസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഈ നീറ്റ് എക്സാമിൽ ക്രമക്കേടുകൾ നടന്നത്? എന്താണ് നീറ്റ് എക്സാം? നീറ്റ് എക്സാം എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെൻറ് സംഘടിപ്പിക്കുന്ന നീറ്റ് എക്സാം നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ്, അതായത് നമ്മുടെ മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തേക്കുള്ള ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലേക്ക് ഉള്ള പ്രവേശന പരീക്ഷയാണ് ഈ പറയുന്ന നീറ്റ് എൻട്രൻസ് എക്സാം. അപ്പം ആ പരീക്ഷയിൽ നടന്ന ക്രമക്കേടുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് യുവാക്കൾ ജന്തർ മന്ദറിൽ പ്രൊട്ടസ്റ്റ് നടത്തുന്നത്, കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായി സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ എങ്ങനെയാണ് ഈ ക്രമക്കേടുകൾ ഇത്രയധികം ഇവരെ ബാധിച്ചത്? ആദ്യം മെയ് 3 ഈ നീറ്റ് എൻട്രൻസ് എക്സാം ഓൾ ഇന്ത്യ ലെവലിൽ നടക്കുന്ന, നാഷണൽ ലെവലിൽ നടക്കുന്ന ഒരു എൻട്രൻസ് എക്സാമാണ്. ആ എക്സാമിൽ മെയ് 3 ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആവുന്നു രാജസ്ഥാനിലെ ഒരു സെൻറ്ററിൽ. പക്ഷേ അതിനോടനുബന്ധിച്ച് ആ എക്സാം മുഴുവനായിട്ട് അങ്ങ് ക്യാൻസൽ ചെയ്യുന്നു. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കേജ് അതുവരെ ഈ മെഡിക്കൽ എൻട്രൻസ് പ്രവേശന പരീക്ഷയെ ഒരു സ്വപ്നമായി കണ്ടിരുന്ന ഒരു പറ്റം വിദ്യാർത്ഥികളെ വല്ലാതെ ബാധിച്ചു. ഏകദേശം 22 ലക്ഷത്തിന് മുകളിൽ കുട്ടികളാണ് ഈ എൻട്രൻസ് എക്സാം എഴുതിയിരുന്നത്. അവരുടെ മാനസികമായും ശാരീരികമായും അവരെ അങ്ങ് തളർത്തിക്കഴിഞ്ഞു. ഇത് അവരുടെ കുടുംബങ്ങളെ എഫക്റ്റ് ചെയ്തു. പോരാത്തതിന് ഏകദേശം 14ഓളം കുട്ടികൾ അന്നേരം സൂയിസൈഡ് ചെയ്തു, തങ്ങളുടെ മാനസിക വ്യഥ. ഈ സംഭവത്തിന് ശേഷം പിന്നീട് ഒരു നീറ്റ് എക്സാം കണ്ടക്ട് ചെയ്യുകയാണ് ജൂൺ 21. എന്നാൽ ഈ രണ്ടാമത് സംഘടിപ്പിച്ച ഈ ഒരു റീടെസ്റ്റിനും ക്രമക്കേടുകൾ നടക്കുകയാണ്. അവിടെയും അത് പരാജയപ്പെടുകയാണ്. ക്വസ്റ്റ്യൻസുകളിലെ പാളിച്ചകൾ, ചോദ്യങ്ങളിലെ പാളിച്ചകൾ, അതോടൊപ്പം ആദ്യം എഴുതിയ കുട്ടികളിൽ നിന്ന് ഒരു വൻതോതിലുള്ള കുറവ്. ആദ്യത്തെ എക്സാമിൽ ഏകദേശം 22 ലക്ഷത്തിന് മുകളിലാണ് കുട്ടികൾ അറ്റൻഡ് ചെയ്തിരുന്നെങ്കിൽ ഇത് ഏകദേശം 19 ലക്ഷമാണ്. ഏകദേശം 2.5 ലക്ഷത്തിന് മുകളിൽ കുട്ടികൾ ആബ്സെൻ്റ് ആയിരുന്നു. അതൊരു കാരണം. കൂടാതെ ഇതിൻ്റെ റിസൾട്ട് വന്ന സമയത്ത് OMR ഷീറ്റുകളിലെ വേരിയേഷൻ, കുട്ടികൾ തങ്ങളുടെ മാർക്ക് കണക്കുകൂട്ടിയപ്പോൾ ഉണ്ടായിരുന്ന മാർക്കിൽ നിന്നും ഒരുപാട് വ്യത്യാസമായി റിസൾട്ടിലെ മാർക്കുകൾ. പോരാത്തതിന് അവർ റീവാലുവേഷൻ അപ്ലൈ ചെയ്തെങ്കിലും അത് നിരസിക്കപ്പെട്ടു. AI കൊണ്ടുള്ള, അല്ലെങ്കിൽ AI വെച്ചുള്ള പരാതികളാണെന്ന് പറഞ്ഞ് അവയൊക്കെ എഴുതി തള്ളുകയായിരുന്നു. ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിഷേധത്തിന് പ്രധാന കാരണം. ഈ 2 എക്സാമുകളിലായി, അതായത് ഒരേ വർഷം 2 തവണ നടത്തിയ മെഡിക്കൽ എൻട്രൻസിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇത് ബാധിച്ച കുട്ടികൾ ഏകദേശം 23ഓളം പേർ ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായിരുന്നത്. ഒരുപാട് പേർക്ക് മാനസികമായി, വൈകാരികമായി ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായി. അവരുടെ കുടുംബങ്ങളെ അത് എഫക്റ്റ് ചെയ്തു. ഈ പരീക്ഷയിൽ നടന്ന ഗുരുതരമായ ക്രമക്കേട് ഒന്നല്ല 2 തവണ നടത്തിയപ്പോഴും വലിയ രീതിയിലുള്ള ക്രമക്കേട് നടന്നു. ഇതിനെതിരെയാണ് ഈ കുട്ടികളുടെ പ്രതിഷേധം. യുവാക്കളെ ചെവിക്കൊള്ളാൻ ഇന്ന് കേന്ദ്ര സർക്കാർ തയ്യാറാവുന്നില്ല. അതുതന്നെയാണ് ഏറ്റവും വലിയൊരു പ്രശ്നവും. അവരുടെ ആവശ്യം ഇതാണ്: പരീക്ഷയിൽ നടന്ന ഈ പാളിച്ചയെ, യുവാക്കളുടെ ആത്മഹത്യയെ, ഇവയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക. അവരുടെ ആവശ്യം വളരെ ജെന്യൂനാണ്. പക്ഷേ ജൂൺ 6 തുടങ്ങിയ സമരം ഒരു ആഹ്വാനമായിരുന്നു. പിന്നീട് ജൂലൈ 20 മുതൽ അങ്ങോട്ട് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന് കുറിപ്പൊന്നുമില്ല. കഴിഞ്ഞ ദിവസം ഒരു ചർച്ച നടത്തിയിരുന്നു. പക്ഷേ ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി അവർ
അനുകൂലിക്കുന്നൊന്നുമില്ല, അതിനവർ തയ്യാറുമല്ല. പക്ഷേ നിയമ നടപടികൾ സ്വീകരിക്കാം, പ്രൊട്ടസ്റ്റിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കെതിരെ നിയമ നടപടികൾ എടുക്കാതിരിക്കാം, ഇത്തരം ക്രമക്കേടുകൾ ഇനി നടത്താതിരിക്കാൻ വേണ്ടിയുള്ള നിയമ നിർമ്മാണങ്ങൾ, അതിന് ബില്ലുകൾ പാസ്സാക്കാം എന്നൊക്കെയാണ് പറഞ്ഞത്. അതുപോലെ തന്നെ മരിച്ച കുട്ടികൾക്ക് വേണ്ടിയുള്ള ധനസഹായം നൽകാം. പക്ഷേ ഇതൊന്നും കൊണ്ട് കാര്യമില്ല, ഇതൊന്നുമല്ല ആവശ്യം ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി. പക്ഷെ അതിനവർ തയ്യാറാവുന്നില്ല. കാരണം ഒരു രാജി വന്നു കഴിഞ്ഞാൽ ഒരു സർക്കാർ ആകപ്പാടെ തന്നെ തകർന്ന ഒരു അവസ്ഥയിലേക്ക് മാറും. പിന്നീട് ഈ ഗവൺമെന്റിന്, ഈ സർക്കാരിന് ഇനിയൊരു ഇലക്ഷൻ പ്രതീക്ഷിക്കേണ്ട, അത് അവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇതെങ്ങനെയും അടിച്ചമർത്താനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ സമാധാനപരമായിട്ടാണ് കുട്ടികൾ ഡൽഹിയിൽ ജന്തർ മന്ദറുകൾ ഈ സമരം നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ അതിനിടയിലേക്ക് ആരൊക്കെയോ വലിഞ്ഞു കയറി അതിപ്പോൾ വലിയൊരു പ്രക്ഷോഭം തന്നെയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അക്രമാസക്തമായ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രക്ഷോഭമായി ഇത് മാറിക്കഴിഞ്ഞു. ഈ പ്രൊട്ടസ്റ്റിനെ അടിച്ചമർത്താൻ വേണ്ടി പോലീസുകാർ എന്ന വ്യാജേനയിൽ പല ഗുണ്ടകളും പല ആളുകളും പല സർക്കാരിന്റെ ആളുകളും ഇടയിൽ കയറി ഇതിനെ വിപരീതമായി ജനങ്ങൾക്കിടയിൽ ഒരു പ്രചാരണം നടത്താനുള്ള ഒരു ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. ഒരു തരത്തിൽ അത് സത്യമാണെന്ന് തോന്നും. കാരണം നെയിം പ്ലേറ്റ് പോലും ഇല്ലാത്ത ചില ഉദ്യോഗസ്ഥരാണ് ഇതിനിടയിൽ വന്ന് ഒരു കള്ള യൂണിഫോം ഒക്കെ ഇട്ടിട്ട് കുട്ടികളെ അടിക്കുന്നത്, അവർക്ക് നേരെ ടിയർ ഗ്യാസ് പ്രയോഗിക്കുന്നത്. ഇനി എല്ലാവർക്കും അറിയേണ്ട കാര്യം, ഇത് എന്താണ് CJP, കോക്രോച്ച് ജനതാ പാർട്ടി? ഇവരെങ്ങനെ രൂപം കൊണ്ടു? എന്താണ് ഇവരുടെ ലക്ഷ്യം? എന്താണ് ഇവരുടെ ഉദ്ദേശം? അപ്പോൾ CJP എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയല്ല, ഇതൊരു നോൺ പൊളിറ്റിക്കൽ പാർട്ടിയാണ്. യുവാക്കളുടെ ഒരു കൂട്ടായ്മ, സോഷ്യൽ മീഡിയ വഴി ഉണ്ടായ ഒരു തരംഗം. രജിസ്റ്റേർഡ് പാർട്ടി ഒന്നുമല്ല, യുവാക്കളുടെ ഒരു കൂട്ടായ്മ മാത്രമാണ്. യുവാക്കളാണ് ഇന്ന് ഈ ഗവൺമെന്റിനെതിരെ ശബ്ദിക്കുന്നത്. ഇവരങ്ങനെ രൂപം കൊണ്ടു, ഇതിനെന്താണ് കാരണം? ഒരിക്കലും ഒരു കേസിന്റെ വാദത്തിനിടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് തൊഴിലില്ലാത്ത ജോബ്ലെസ്സായ യുവാക്കളെ പാട്ടകളോടും പരാധജീവികളോടും ഉപമിച്ചുകൊണ്ട് ഒരു പരാമർശം നടത്തി. ഇവർ രാജ്യത്തിന് തന്നെ വലിയ ബാധ്യതയാണ്, ഇവർ രാജ്യത്തിന്റെ സിസ്റ്റം അടിച്ചമർത്തുന്നു, ഇവർ രാജ്യത്തിനെ നശിപ്പിക്കും എന്നുള്ള രീതിയിലായിരുന്നു ആ ഒരു പരാമർശം. പിന്നീട് ഒരിക്കൽ അദ്ദേഹം അത് ആളുകൾ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ചു എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിരുന്നുവെങ്കിലും ഈ ഒരു കാര്യം സോഷ്യൽ മീഡിയയിൽ വല്ലാതെ സ്പ്രെഡ് ചെയ്യുകയും പിന്നീട് അതൊരു കൂട്ടായ്മയ്ക്ക് രൂപം കൊള്ളാനും പ്രതിഷേധത്തിന് ഇടയാക്കും, പിന്നീട് അതൊരു കൂട്ടായ്മയ്ക്ക് രൂപം കൊള്ളാനും ഇടയായി. ഇനി ഇതിനാരാണ് നേതൃത്വം നൽകിയത്? അഭിജിത്ത് ദേവ്കെ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, മുൻപ് മറ്റു സംഘടനകളൊക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹമാണ് ഈ ഒരു സോഷ്യൽ മീഡിയ കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകിയത്. അദ്ദേഹമാണ് ഇതിന് രൂപം കൊടുത്തത്. ഇൻസ്റ്റാഗ്രാമിലും ട്വിറ്ററിലും ഒക്കെ ആളുകളുടെ പ്രതിഷേധം അറിയിച്ചുകൊണ്ട്, യുവാക്കളുടെ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് രൂപം കൊണ്ട ഒരു പ്രസ്ഥാനമാണ് ഈ പറയുന്ന CJP, കോക്രോച്ച് ജനതാ പാർട്ടി. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഇതിനെ പാറ്റകളോട് ഉപമിച്ചുകൊണ്ടാണ് കോക്രോച്ച്, അതാണ് കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പേര് വന്നത്. വേറൊരു തരത്തിൽ ഇത് ആക്ഷേപഹാസ്യമായി നമ്മുടെ നിലവിലെ BJP ഗവൺമെന്റിനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. CJP ഗവൺമെന്റിന്റെ സിസ്റ്റം ഒന്നും ശരിയല്ല, ഗവൺമെന്റിന്റെ അരാജകത്വം, പരീക്ഷയിലെ ക്രമക്കേട്. ഇത് രൂപം കൊണ്ടത് മെയ് 16-നാണ്. അന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഒരുപാട് പേര് ആ അക്കൗണ്ടിനെ ഫോളോ ചെയ്യുകയും, പക്ഷെ പിന്നീട് അതിനൊരു ഷാഡോ ബാനൊക്കെ വന്നിരുന്നു. പക്ഷെ അതിനൊക്കെ തരണം ചെയ്ത് വീണ്ടും ഈ യുവാക്കളെല്ലാം കൂടെ ഒന്നിച്ചു കൂടിയായിരുന്നു. പിന്നീട് ജൂൺ 6-ാം തീയതി ആയിരുന്നു ഇവരുടെ ആദ്യത്തെ ഒരു പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത്. അതിനുശേഷം ഇപ്പോൾ തുടർന്നും ജൂലൈ 20 മുതൽ തുടർന്നങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ യുവാക്കളുടെ ഈ പ്രതിഷേധത്തിന് പിന്തുണയുമായി മറ്റ് പൊളിറ്റിക്കൽ പാർട്ടീസ് ആയിക്കോട്ടെ, സെലിബ്രിറ്റീസ് ആയിക്കോട്ടെ, ഒരുപാട് പേരും അവരുടെ കൂട്ടായ്മയിലേക്ക് പങ്ക് ചെല്ലുന്നുണ്ട്. രാജ്യത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും പല സെലിബ്രിറ്റീസ് ആയിക്കോട്ടെ, പല രാഷ്ട്രീയ നേതാക്കളായിക്കോട്ടെ ഈ കുട്ടികളുടെ കൂടെ കൂടി സമരം ചെയ്യുന്നുണ്ട്. ഇത് തന്നെ രാജ്യത്തിന്റെ വലിയൊരു മാറ്റമാണ്, വലിയൊരു വിപ്ലവത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഡൽഹിയിലെ പ്രതിഷേധം ചൂടുപിടിക്കുന്നു. ഇന്ന് വൈകുന്നേരം 3:30-ക്ക് വീണ്ടും ഒരു ചർച്ച വെച്ചിട്ടുണ്ട്. ആ ചർച്ചയ്ക്ക് ശേഷം മാത്രമായിരിക്കും ഒരു തീരുമാനം അറിയാൻ വേണ്ടി സാധിക്കുക. കഴിഞ്ഞ ചർച്ചകളൊക്കെ ഒരു പരാജയമായിരുന്നു. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി അവർ അംഗീകരിക്കുന്നില്ല. പക്ഷെ രാജിയില്ലാതെ മറ്റൊന്നും വിദ്യാർത്ഥികളും അംഗീകരിക്കില്ല. എന്തായാലും അനുകൂലമായ ഒരു വിധി പ്രതീക്ഷിക്കാം. തീർച്ചയായും യുവാക്കളുടെ വാക്കുകൾ ചെവിക്കൊള്ളേണ്ടതാണ്. 1 അല്ല 2 തവണയാണ് ഈ പരീക്ഷയിലെ ക്രമക്കേടുകൾ, ഈ പരീക്ഷയിലെ പാളിച്ചകൾ ഇത്ര വലിയ കാര്യമാണോ എന്നൊക്കെ ചോദിക്കും. നമ്മുടെ കേരളത്തേക്ക് ചൂണ്ടിക്കാണിച്ച് PSCയിലെ ക്രമക്കേടുകൾ നടത്തി, PSCയിലെ ക്രമക്കേടുകളല്ല, PSC ഉദ്യോഗാർത്ഥികൾക്ക് ലിസ്റ്റിൽ വന്നതിന് ശേഷം ജോലി കിട്ടാതെ പോയ ഒരുപാട് പേരുണ്ട്. പക്ഷെ ഈ പ്രതിഷേധത്തെ എതിർക്കുന്നവരൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാരണമാണ് കേരളത്തിൽ നിന്ന്. എന്തുകൊണ്ട്? നമ്മുടെ കാര്യത്തിലൊന്നും ആരും കൂട്ടുനിന്നില്ല. പക്ഷേ ഈ ഒരു കാര്യം, പക്ഷെ നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ഒരുപാട് വിദ്യാർത്ഥികളുടെ കുടുംബങ്ങളുടെ ഒരു മാനസിക വ്യഥ. കാരണം ഒരുപാട് പേരുടെ ജീവൻ പോയതാണ്. അത്രത്തോളം ഒരു പ്രതിസന്ധി ഘട്ടമൊന്നും ഈ ഒരു കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിനെ താഴ്ത്തിക്കൊണ്ട് പറയുകയല്ല, ഒരുപാട് പേര് സ്വപ്നം കാണുന്നതാണ് PSC ജോബ് ആയിക്കോട്ടെ, എൻട്രൻസ് എക്സാം ആയിക്കോട്ടെ, ഏതും ആയിക്കോട്ടെ. പക്ഷെ ഈ ഒരു പ്രതിഷേധത്തെ അനുകൂലിക്കുന്നത് കൊണ്ട് മറ്റുള്ളവർ കുറ്റക്കാരാകുന്നില്ല എന്ന് കൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. കഴിഞ്ഞ ദിവസം തന്നെ സിനിമാ താരം ടൊവിനോ തോമസ് സോഷ്യൽ മീഡിയയിലൂടെ ഈ യുവാക്കളെ അനുകൂലിച്ചുകൊണ്ട് ഒരു പരാമർശം നടത്തി. ഇതിനെ തുടർന്ന് ചില സംഘടനകൾ അദ്ദേഹത്തിന്റെ വസതിയുടെ മുന്നിൽ ചെന്ന്
ബാനറൊക്കെ വെച്ചിരിക്കുകയാണ്. ഞങ്ങൾ മണ്ണ് വാരി തന്നപ്പോൾ ആരും തിരിഞ്ഞു നോക്കിയില്ല. ഇപ്പോൾ എന്തിനാണ് ഇവരെ അനുകൂലിച്ച് സംസാരിക്കുന്നത് എന്നാണ് ചോദ്യം. അതൊക്കെ അംഗീകരിക്കാൻ പറ്റുന്നതാണ്. ഒരാളുടെ വ്യക്തിപരമായ കാര്യമല്ലേ ഏത് കാര്യത്തിൽ സംസാരിക്കണം സംസാരിക്കാണ്ടാന്ന്. പക്ഷെ നിങ്ങളോട് വിരോധപൂർവമായ എന്തെങ്കിലും കാര്യം ചെയ്തോ? ഇല്ല. നിങ്ങൾ സമരം ചെയ്യുകയാണെങ്കിൽ പുള്ളിയുടെ വീടിന്റെ മുന്നിൽ പോയിട്ടല്ല, ഗവൺമെന്റ് ഓഫീസുകളിൽ പോയി മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥരുടെയും വീടിന് മുന്നിൽ പോയി സമരം ചെയ്യും. അല്ലാതെ അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരന ഒരു നേതാവല്ല, രാഷ്ട്രീയ നേതാവൊന്നുമല്ല. ചിലപ്പോൾ ഒരു കൃത്യമായ രാഷ്ട്രീയമൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷെ ഒരു മറ്റൊരു തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ കുറച്ചെങ്കിലും ബോധം ഉണ്ടായാൽ കൊള്ളാം. എന്തായാലും ഇന്നത്തെ ചർച്ചയിൽ നല്ലൊരു വിധി, നല്ലൊരു തീരുമാനം തന്നെ ഉണ്ടാകും, തങ്ങൾക്ക് അനുകൂലമായ വിധി ഉണ്ടാകും എന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് പ്രതിഷേധക്കാർ, യുവാക്കൾ നിൽക്കുന്നത്. അവർക്ക് അനുകൂലമായ ഒരു വിധി തന്നെ ഉണ്ടാകട്ടെ. അല്ലെങ്കിൽ ഈ പ്രൊട്ടസ്റ്റ് ഇനി അവസാനിക്കില്ല. ദിവസം കഴിയുന്നതോറും കൂടുതൽ ശക്തി ആർജിച്ചുകൊണ്ട് വരികയാണ്. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന് ഏറ്റവും നല്ല മാർഗം എന്ന് വെച്ചാൽ ഇതിനെ അംഗീകരിച്ചുകൊണ്ട് അവർക്ക് വേണ്ട കാര്യം ചെയ്തു കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.